നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ അഭാവം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ടെസ്റ്റിൽ രോഹിത്തിന് പകരം വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയായിരിക്കും നയിക്കുകയെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എങ്കിലും രോഹിത് 11-ൽ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ടോസിനായി ബുംറ എത്തിയപ്പോൾ തന്നെ രോഹിത് കളിക്കില്ല എന്ന് വ്യക്തമായിരുന്നു. എന്തുകൊണ്ടാണ് രോഹിത് ഈ മത്സരത്തിൽ കളിക്കാതിരുന്നത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ ബുംറ തന്നെ. ടോസിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സ്റ്റാർ പേസർ. സിഡ്നിയിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശേഷമായിരുന്നു രോഹിത് ശർമ്മയുടെ അഭാവത്തെക്കുറിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ തുറന്നു പറഞ്ഞത്. ഈ മത്സരത്തിൽ വിശ്രമം തിരഞ്ഞെടുത്തിരിക്കുകയാണ് രോഹിത് ശർമ്മ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ടീം അത്ര മോശമല്ല, വളരെയധികം ഐക്യമുണ്ടെന്നാണ് താൻ കരുതുന്നത്. ഒരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ല. ഈ ടീമിന്റെ ഏറ്റവും നല്ല താല്പര്യം എന്താണോ അത് ചെയ്യാനാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതെന്നും ബുംറ വിശദമാക്കുകയായിരുന്നു. ബാറ്റിംഗിൽ തുടർച്ചയായുള്ള പരാജയങ്ങളാണ് രോഹിത്തിനെ ഈ ടെസ്റ്റിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിച്ചത് എന്നാണ് സൂചനകൾ. പഴയ ബാറ്റിംഗ് പൊസിഷനായ 6-ാം നമ്പറിലും പിന്നീട് സ്ഥിരം പൊസിഷനായ ഓപ്പണിംഗിലുമെല്ലാം അദ്ദേഹം ഈ പരമ്പരയിൽ ബാറ്റ് ചെയ്തെങ്കിലും എവിടെയും ക്ലിക്കായില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടെസ്റ്റിൽ 6-ാമനായും 4-ാം ടെസ്റ്റിൽ ഓപ്പണറായുമാണ് രോഹിത് ബാറ്റ് വീശിയത്. എന്നാൽ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 31 റൺസ് മാത്രമേ രോഹിത്തിന് നേടാനായുള്ളൂ. ഈ പരമ്പരയിൽ മാത്രമല്ല, നേരത്തെ ന്യൂസിലൻഡുമായുള്ള നാട്ടിൽ നടന്ന 3 ടെസ്റ്റുകളിലും അദ്ദേഹം ബാറ്റിംഗിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. 6 ഇന്നിംഗ്സുകളിൽ നിന്നും 100 റൺസ് പോലും തികയ്ക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല. ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീം 3-0 തൂത്തുവാരപ്പെടുകയും ചെയ്തിരുന്നു. സിഡ്നിയിൽ ന്യൂ ബോളിനെ നേരിടുകയെന്നത് അല്പം കടുപ്പമായിരിക്കുമെന്നും പിന്നീട് കാര്യമായ വെല്ലുവിളി ഉണ്ടായേക്കില്ല എന്നും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ജസ്പ്രീത് ബുംറ പറയുകയായിരുന്നു. ഈ പരമ്പരയിൽ കുറച്ച് നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ തങ്ങൾക്കായിരുന്നു. അവസാനത്തെ മത്സരം വളരെ ആവേശകരമായിരുന്നു. ഈ ടെസ്റ്റിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറയുകയായിരുന്നു ബുംറ. എന്തായാലും ബുംറയുടെ കീഴിൽ ഇറങ്ങിയ ഇന്ത്യക്കും മികച്ചൊരു തുടക്കമല്ല ലഭിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ടെസ്റ്റ് മത്സരം കൂടിയാണ് ഇത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഇന്ത്യക്ക് എത്തണമെങ്കിൽ ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാകൂ. ഒരു സമനില പോലും ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് തിരിച്ചടിയാകുമെന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ജയിച്ചേ മതിയാകൂ. അതുകൊണ്ടായിരിക്കും രോഹിത് ശർമ്മ തന്നെ ഒരു റിസ്കിന് തയ്യാറെടുക്കാതെ 11-ൽ നിന്ന് പിന്മാറിയത്. ബുംറയിൽ ടീം മാനേജ്മെന്റിന് വിശ്വാസമുണ്ട്. കാരണം ആദ്യ ടെസ്റ്റിൽ ബുംറയുടെ കീഴിൽ ഇന്ത്യ മികച്ച ജയം സ്വന്തമാക്കിയിരുന്നു. ആ ഒരു അത്ഭുതം ഇത്തവണയും, അതായത് സിഡ്നി ടെസ്റ്റിലും ആവർത്തിക്കുമോ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ തന്നെ ഉറ്റുനോക്കുന്നത്.